കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ താലൂക്കിലെ പന്നിയൂർ ഗ്രാമത്തിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കേന്ദ്രത്തിൽ മികച്ച വിളവ് നൽകുന്ന ഇനങ്ങളുടെ വികസനം, ഉൽപാദന സാങ്കേതിക വിദ്യയുടെ വികസനം കൂടാതെ കീടജന്യ രോഗങ്ങൾക്കെതിരെയും ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ലോകത്തിലെ ആദ്യത്തെ കുരുമുളകിൻ്റെ സങ്കര ഇനം ഉൽപ്പാദിപ്പിച്ചത് ഈ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ്. ഈ ഇനത്തിൻ്റെ പേരാണ് പന്നിയൂർ 1. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇനം കൃഷി ചെയ്യപ്പെടുന്നു. കേരളത്തിലെ കുരുമുളക് കൃഷിയുടെ വലിയ ഒരു അളവ് ഉൽപ്പാദിപ്പിക്കുന്നത് പന്നിയൂർ 1 എന്ന കുരുമുളക് ഇനത്തിൽ നിന്നാണ്. ഇതിനു പുറമെ ഈ ഗവേഷണ കേന്ദ്രം പന്നിയൂർ 2, 3, 4, 5, 6, 7, 8 എന്നിങ്ങനെ നമ്പറുകളിൽ മൊത്തം 8 കുരുമുളക് ഇനങ്ങൾ ഇവിടെ നിന്നും പുറത്തിറക്കിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ കാലാവസ്ഥ രീതികൾക്ക് അനുയോജ്യമായ രീതിയിലും നമ്മുടെ പുരയിട കൃഷി സാഹചര്യങ്ങളിൽ അത്യുൽപാദന വിളവ് തരുന്ന വിവിധ സ്വഭാവങ്ങളോട് കൂടിയ ഇനങ്ങളാണ് ഇവയെല്ലാം. എന്നാൽ ഇവയിലൊക്കെ ഏറ്റവും പ്രചാരം ഇന്ന് കർഷകരുടെ ഇടയിൽ നിലനിൽക്കുന്നത് പന്നിയൂർ 1 എന്ന 1962 പുറത്തിറക്കിയ ഇനത്തിനാണ്. ലോകത്താകമാനമുള്ള കുരുമുളകിന്റെ വികസനത്തിനും കൃഷിക്കുമായി പന്നിയൂർ 1 എന്ന ഇനം ഒരുപാട് സഹായിച്ചു. ഇപ്പോൾ നവാഗതനായ പന്നിയൂർ 8 എന്ന സങ്കര ഇനത്തെയും അവതരിപ്പിക്കാൻ സാധിച്ചത് ഈ കേന്ദ്രത്തിന്റെ നേട്ടങ്ങളിലൊന്നാണ്. വരൾച്ചയെയും ദ്രുതവാട്ടത്തെയും ചെറുത്തു നിൽക്കാൻ കഴിവുള്ള പന്നിയൂർ 8ന് തുറസായ സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന വെള്ളം കെട്ടി നിൽക്കാത്ത നീർവാഴ്ചയുള്ള സ്ഥലമാണ് നല്ലത്. ഇന്ന് കുരുമുളക് കർഷകർ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ് അതിൽ ഉണ്ടാകുന്ന രോഗങ്ങളും കീടങ്ങളും. രോഗങ്ങളിൽ പ്രധാനപ്പെട്ടത് ദ്രുതവാട്ടം, സാവധാനവാട്ടം മുതലായ രോഗങ്ങളാണ്. അവയിൽ തന്നെ ദ്രുതവാട്ടം കർഷകർക്ക് ഏറെ നഷ്ടമുണ്ടാക്കുന്ന ഒരു രോഗമാണ്. കാരണം അത് മഴക്കാലത്താണ് അത് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. തിരി പിടിക്കുന്ന സമയത്താണ് ഈ രോഗം കാണുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇലകളിലാണെങ്കിൽ കറുത്ത മഷി വീണ പടരുന്നത് പോലെയുള്ള ഇലപ്പൊട്ടുകളാണ് കാണുക. ഇതിൻ്റെ ഇല പൊഴിച്ചിൽ, ഇലയ്ക്ക് മഞ്ഞളിപ്പ്, ഇതിൻ്റെ പാർശ്വശാഖകൾ ഒടിഞ്ഞു പോവുക മുതലായ ലക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ കാണുന്നുണ്ട്. ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കൊടി അപ്പാടെ കരിഞ്ഞ് ഉണങ്ങിപ്പോകുന്ന അതാണ് ദ്രുതവാട്ടത്തിൻ്റെ പ്രധാന ലക്ഷണം. ഈ രോഗം നിയന്ത്രിക്കുന്നതിനായിട്ട് രോഗം വന്നതിന് ശേഷം നിയന്ത്രണ മാർഗങ്ങൾ അനുവർത്തിക്കുന്നത് കൊണ്ട് പ്രയോജനം ചെയ്യില്ല. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുന്നതിന് മുൻപേ തന്നെ, അതായത് മെയ് മാസത്തോടു കൂടി തന്നെ തോട്ടത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അധികമായിട്ടുള്ള തണൽ വെട്ടിനീക്കി തോട്ടത്തിൽ ആവശ്യത്തിന് സൂര്യപ്രകാശവും വായുസഞ്ചാരവും ഉറപ്പാക്കുക. അതുപോലെ പടരുന്ന നിലത്തൂടി പടരുന്ന വള്ളികൾ ഒന്നുകിൽ മുറിച്ച് നീക്കുക, അല്ലെങ്കിൽ താങ്ങുമരത്തോട് ചേർത്ത് കെട്ടുക. നീർവാർച്ച സൗകര്യം മെച്ചപ്പെടുത്തുക. അതുപോലെ സാധാരണ ഉള്ള രോഗം അധികമായിട്ടില്ലാത്ത തോട്ടങ്ങളാണെങ്കിൽ 1/2 കിലോ കുമ്മായവും 1 കിലോ വേപ്പിൻ പിണ്ണാക്കും ഒന്നിടവിട്ട വർഷങ്ങളിൽ കൊടിക്ക് നൽകേണ്ടതായിട്ടുണ്ട്. മറ്റിനങ്ങളെ അപേക്ഷിച്ച് നേരത്തെ വിളവ് തന്നു തുടങ്ങുന്ന ഇവയ്ക്ക് ധാരാളം മണിപിടുത്തമുള്ള ശാഖോപശാഖകളും മണികൾ വലിപ്പം കൂടിയതും തിരികളിൽ തിങ്ങി നിറഞ്ഞു വളരുന്നവയും ആകർഷകമായ തിളങ്ങുന്ന കടുംപച്ച നിറമുള്ളവയുമാണ്. പൈപ്പറിൻ, ഒലിയോറസിൻ തുടങ്ങിയ ഗുണമേന്മ ഘടകങ്ങളും പന്നിയൂർ 8 ഉയർന്ന അളവിൽ സന്നിവേശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കുരുമുളകിൻ്റെ ഒരു ഗ്രാഫ്റ്റ് ആണ്. ഈ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് പൈപ്പർ കോളുബ്രിനം എന്ന ഇനത്തിലാണ്. അതാണ് നമ്മൾ റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്നത്. പൈപ്പർ കോളുബ്രിനം എന്ന കാട്ട് ഇനത്തിൽപ്പെട്ട ഒരു കുരുമുളകാണ് റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദ്രുതവാട്ടത്തിനെ ചെറുക്കാനുള്ള ശേഷിയുള്ളതാണ്. അതുകൊണ്ട് ഇതാണ് റൂട്ട് സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ കുരുമുളക് ഇനമാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. കുരുമുളകിൻ്റെ ചെന്തലകളോ അല്ലെങ്കിൽ പാർശ്വശാഖകളോ അല്ലെങ്കിൽ അഗ്രഭാഗത്തുള്ള തണ്ടുകളോ എടുത്ത് നമുക്ക് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാം.
ഇതാണ് കുരുമുളക് ഗ്രാഫ്റ്റ്. ഇതിന് ദ്രുതവാട്ടത്തെ ചെറുക്കാനുള്ള ശക്തി ഉള്ളതുകൊണ്ട് ഇതിന് ദ്രുതവാട്ടം കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ നടാൻ ഏറ്റവും ഉത്തമമാണ്. ഇത് കണ്ടൽക്കാടുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ വളരുന്ന അതിന് യോജിച്ച തരം ഒരു ചെടിയാണ് ഈ കോളുബ്രിനം. അതിൻ്റെ വേരുകളുടെ പ്രത്യേകത അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും നമുക്ക് ഈ ചെടീനെ നട്ട് അതിൻ്റെ മുകളിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്താൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഇല ഇതിൻ്റെ കുരുമുളകിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഇലയാണ് ഈ കോളുബ്രിനത്തിൻ്റേത്. ഇതിലാണ് നമ്മൾ പന്നിയൂർ കുരുമുളക് ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. പാർശ്വശാഖകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കത് ബുഷ് പേപ്പറായിട്ട് നിലനിർത്താൻ സാധിക്കും. ചെന്തലകളാണെങ്കിൽ അത് നമുക്ക് സാധാരണ വള്ളികൾ പോലെ പടർത്തി ചെടിയിൽ പടർത്തി ഉപയോഗിക്കാം. 5 മുതൽ 10 വർഷം വരെയാണ് ഇത് സാധാരണയായിട്ട് ഈ ഗ്രാഫ്റ്റ് പൊട്ടാണ്ട് നിൽക്കുന്നത്. അപ്പം അതിനുശേഷം അഥവാ അത് പൊട്ടുന്നുള്ളൊരു ഇത് വരുവാണെങ്കിൽ നമുക്ക് അടുത്ത കമ്പുകളിലും ഇത് തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതിന് ആ ഒരു ഇതിൽ നിന്നും രക്ഷിക്കാൻ പറ്റും. നോർമലി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ആയുസ് ഒരു 10 വർഷമാണ്. അപ്പോൾ 5 വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇതിന് അതിൻ്റെ ഒരു ഗ്രാഫ്റ്റ് യൂണിയനിൽ വെച്ചിട്ട് ബ്രേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഇതിലും കൂടെ ഇത് പൊട്ടിപ്പോകുന്നുള്ളൊരു അവസ്ഥ വരുമ്പം അടുത്ത കമ്പിലും ശാഖയിലും കൂടെ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പിടിപ്പിക്കാം. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, കർണാടക തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ കർഷകർ കൃഷി ചെയ്യുന്നത് പന്നിയൂർ കുരുമുളകാണ്. കുരുമുളകിന്റെ 105 തരത്തിലുള്ള വിളകൾ ഈ സ്ഥാപനത്തിൽ നിലനിർത്തി പോരുന്നുണ്ട്. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തു വരുന്നു. അതിൽ പ്രധാനമായും വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികളാണ്. ഏകദേശം 2 ലക്ഷത്തോളം നടീൽ വസ്തുക്കൾ ഓരോ വർഷവും മഴക്കാലത്ത് ഉൽപ്പാദിപ്പിച്ച് ഈ കേന്ദ്രത്തിൽ നിന്നും വിതരണം ചെയ്യുന്നുണ്ട്. സാധാരണയായി വേര് പിടിപ്പിക്കുന്നതിനു വേണ്ടി വള്ളികൾ മുറിച്ചു നട്ട് വേര് പിടിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത്. അരിച്ചെടുത്ത മേൽമണ്ണ്, മണൽ, ചാണകപ്പൊടി ഇവ മൂന്നും കൂടി 1:1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്താണ് വേര് പിടിപ്പിക്കാനുള്ള പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നത്. ഈ പോട്ടിംഗ് മിശ്രിതം ദ്വാരമിട്ട പോളിത്തീൻ ബാഗിൽ നിറച്ച് അതിലാണ് കുരുമുളക് കൊടി നടുന്നത്. വേരുപിടിപ്പിക്കാനുള്ള കുരുമുളക് തല മുറിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഇലയും വേരൊക്കെ മുറിച്ച് കളഞ്ഞ് ഒരു മുട്ട് മണ്ണിൽ നടാനും ഒരു മുട്ട് മണ്ണിൽ മുകളിൽ വെക്കാനുമായി 2 മുട്ടായി മുറിക്കുന്നു. ഈ മുറിച്ച കുരുമുളക് കട്ടിങ്സ് വേരുപിടിപ്പിക്കാനായി IBA ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ് എന്ന ഹോർമോണിൽ 45 സെക്കൻഡ് നേരം മുക്കുന്നു. വേരുപിടിപ്പിക്കാനുള്ള ഭാഗം ഇങ്ങനെ IBAയിൽ മുക്കിയ കുരുമുളക് കട്ടിങ്സ് പോട്ടി മിശ്രണം നിറച്ച പോളിത്തീൻ ബാഗിൽ ഒരു ബാഗിൽ 3-4 കട്ടിങ്സ് വെച്ച് നടുന്നു. ഇങ്ങനെ നട്ട പോളിത്തീൻ ബാഗുകൾ നഴ്സറിയിൽ ഷെയ്ഡിനകത്ത് അടുപ്പിച്ച് വെച്ചതിന് ശേഷം മാവ് അല്ലെങ്കിൽ പോളിയാൽത്യ എന്നിൻ്റെ ഇലകൾ കൊണ്ട് കവർ ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് ഒരു 3 ആഴ്ച വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുരുമുളക് മുട്ടുകളും സ്പ്രൗട്ട് വരുന്നതായിട്ട് കാണാം. നാഗപതിവയ്ക്കൽ രീതി ഉപയോഗിച്ചും വലിയ തോതിൽ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ രീതിയിൽ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ധാരാളമായി വേരുകൾ ഉണ്ടാകുന്നതുകൊണ്ട് പുതിയ സസ്യത്തിന് മണ്ണിൽ വേര് പിടിച്ചു വളരുന്നതിനും സാഹചര്യം കൂടുതലായി ഉണ്ടാവുകയും തന്മൂലം കൂടുതൽ നല്ല രീതിയിൽ വളർച്ചയും ഒപ്പം നല്ല വിളവും കിട്ടുന്നു. നാഗപതിവയ്ക്കൽ രീതിയിൽ വേര് പിടിപ്പിക്കാൻ കുരുമുളക് തലയെ നിലത്തുകൂടി പടരാൻ അനുവദിക്കുക. ഈ പടർന്ന തലയ്ക്ക് ഓരോരോ മുട്ടിനും പോട്ടിംഗ് മിശ്രിതം നിറച്ച പോളിത്തീൻ ബാഗ് വെച്ചു കൊടുക്കുകയും അതിനകത്ത് ഈർക്കിൽ അല്ലെങ്കിൽ കമ്പി കൊണ്ട് ഓരോരോ മുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ ക്ലിപ്പ് ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം
ഓരോരോ ബാഗായി മുറിച്ചു മാറ്റുക. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഓരോ മുട്ടിൽ നിന്നും ഓരോ ചെടി ലഭിക്കും. കൃത്യമായ രീതിയിൽ പരിചരിക്കുകയാണെങ്കിൽ ഒരു കുരുമുളക് കൊടിയെ 25 മുതൽ 30 വർഷം വരെ സംരക്ഷിക്കുവാൻ സാധിക്കും. അതിന് നല്ല കരുത്തുള്ള താങ്ങുകാലുകൾ നൽകാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഒരു പരിധിവരെ മഴയിൽ നിന്നും കാറ്റിൽ നിന്നും കൊടിയെ സംരക്ഷിക്കാൻ കഴിയും. താങ്ങുകാലിന്റെ ഒരടി അകലത്തിൽ 50 സെന്റിമീറ്റർ സമചതുരത്തിൽ ഒരു കുഴിയെടുത്ത് വേണം കുരുമുളക് ചെടി നടേണ്ടത്. ഈ കുഴിയിൽ 5 കിലോ ചാണകപ്പൊടിയിട്ട് അതിനു മുകളിൽ മേൽമണ്ണ് കൂടിയിട്ട് കുഴി മൂടണം. തിരുവാതിര ഞാറ്റുവേല സമയത്താണ് കുരുമുളക് വള്ളികൾ നടാൻ പറ്റിയ സമയം. അതായത് ജൂൺ പകുതി മുതൽ ജൂലൈ ആദ്യവാരം വരെ. കുരുമുളക് വള്ളി താങ്ങുകാലിന്റെ ഒരടി വിട്ട് വടക്കുഭാഗത്താണ് നടേണ്ടത്. വേര് പിടിപ്പിച്ച തലയാണെങ്കിൽ ഒരു മരത്തിന് 2 തല എന്ന കണക്കിനും, വേര് പിടിപ്പിക്കാത്ത തലയാണെങ്കിൽ ഒരു മരത്തിന് 2 മുട്ട് മണ്ണിനടിയിലും 2 മുട്ട് മണ്ണിന് മേലെയും വരത്തക്ക വിധത്തിൽ 4 തലകളാണ് നടേണ്ടത്. ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലായിരിക്കണം വള്ളികൾ നടേണ്ടത്. ഇരുപത്തഞ്ച് 30 വർഷം നിലനിൽക്കുന്ന തരത്തിൽ കുരുമുളക് വള്ളികൾ വെക്കുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ അതിൻ്റെ താങ്ങുകാലുകളും നല്ല കരുത്തുള്ള താങ്ങുകാലുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. മട്ടി, കരയം തുടങ്ങിയ താങ്ങുകാലുകളാണ് നമ്മൾ ഏറ്റവും നന്നായി കണ്ടിരിക്കുന്നത്. നല്ല കരുത്തുള്ള ഈ താങ്ങുകാലുകൾ ഒരു പരിധിവരെ മഴയിൽ നിന്നും കാറ്റിൽ നിന്നുമെല്ലാം വള്ളിയെ സംരക്ഷിക്കുന്നതായിരിക്കും. മുരിക്കും കാലുകളാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ മറിഞ്ഞു വീഴുന്ന കാരണം, അതുപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണം കൊണ്ടും മുരിക്കുകാലുകൾ പൊതുവെ ഇപ്പോൾ കർഷകർ ഉപയോഗിക്കുന്നത് കുറവാണ്. അതുകൊണ്ട് കരയും അല്ലെങ്കിൽ മട്ടി നല്ലതാണ്. പിന്നെ ശീമക്കൊന്ന പോലുള്ള കാലുകളും നമുക്ക് ഉപയോഗിക്കാം. മുരിക്കിൽ സ്റ്റെം ബോററിൻ്റെ അറ്റാക്കും ഉണ്ട്. അതുകൂടാണ്ട് ഒരു ലീഫ് ഗ്രബ് എന്ന് പറഞ്ഞൊരു സാധനം, അത് പ്രാണിയുണ്ട്. അത് വന്ന് അതിൻ്റെ ഇലകളെല്ലാം തിന്നു കഴിയുന്നതുകൊണ്ട് അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. മുരിക്കും കാലുകൾ പൂർണ്ണമായി നശിച്ചു പോകുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ ഇപ്പോൾ കർഷകർ ഉപയോഗിക്കുന്നത് മട്ടിയും കരയുമാണ് കൂടുതലായിട്ട് താങ്ങുകാലുകളായി ഉപയോഗിക്കുന്നത്. കൂടാതെ നമുക്ക് തെങ്ങ്, കവുങ്ങൊക്കെ ഉള്ള തോട്ടങ്ങളിൽ തെങ്ങിൻ്റെ മുകളിലും കവുങ്ങിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുരുമുളക് പടർത്തുന്ന തോട്ടങ്ങളാണ് സാധാരണ. വീടുകളോട് അടുപ്പിച്ചുള്ള തോട്ടങ്ങളൊക്കെ കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നതായി കാണുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പുകളിലുമുള്ള പാഴ്മരങ്ങൾ കുരുമുളകിന്റെ താങ്ങുകാലായി ഉപയോഗിക്കുകയാണെങ്കിൽ ഉൽപാദനം കൂട്ടാൻ സാധിക്കും. ശീമക്കൊന്ന, മട്ടി, പ്ലാവ്, കിളിഞ്ഞിൽ, ആഴാന്ത, കരയം എന്നീ താങ്ങുകാലുകൾ നല്ലതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. വീടുകളിലുള്ള തോട്ടങ്ങളിൽ സാധാരണ തെങ്ങ്, കവുങ്ങ് മുതലായവയിലും കുരുമുളക് വളർത്താറുണ്ട്. ഇവ കൂടാതെ കോൺക്രീറ്റ് തൂണുകൾ, തേക്കിൻ കഴകൾ എന്നിവയും താങ്ങുകാലായി ഉപയോഗിക്കാവുന്നതാണ്. കുരുമുളക് കൃഷിയുടെ പ്രധാന പ്രശ്നങ്ങളാണ് ദ്രുതവാട്ടം, സാവധാനവാട്ടം തുടങ്ങിയ രോഗങ്ങൾ. ഇവയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ട്രൈക്കോഡർമ, സ്യൂഡോമോണസ് തുടങ്ങിയ ജീവാണുവളങ്ങളും ജീവാണു സസ്യ സംരക്ഷണ വസ്തുക്കളും ഈ ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. കുരുമുളക് ചെടിക്ക് വർഷത്തിലൊരിക്കൽ 10 കിലോഗ്രാം ജൈവവളവും 2 വർഷത്തിലൊരിക്കൽ 1/2 കിലോഗ്രാം കുമ്മായവും ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെറുതായി മഴ ലഭിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കുമ്മായം ചെടികളുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കാവുന്നതാണ്. കുമ്മായത്തിൻ്റെ പ്രയോഗം ചെടികൾക്ക് രോഗകീടബാധ കുറയ്ക്കുന്നതിനും മണ്ണിൻ്റെ പുളിപ്പ് മാറ്റി രാസവളങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുന്നതിനും സഹായിക്കുന്നു. അതിനുശേഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നതോടുകൂടി നമുക്ക് ജൈവവളം ഇട്ടുകൊടുക്കാവുന്നതാണ്. ട്രൈക്കോഡർമ എന്ന ജൈവ കുമിൾ ചേർത്തിട്ടുള്ള ജൈവവളം ആണെങ്കിൽ കുറച്ചുകൂടി കുരുമുളകിന് ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കാൻ ശക്തി ലഭിക്കുന്നതാണ്. അതുകൂടാതെ അസോസ്പൈറില്ലം, ഫോസോബാക്ടീരിയ എന്നറിയപ്പെടുന്ന ജീവാണുവളങ്ങൾ 25 ഗ്രാം എന്ന തോതിൽ ജൈവവളത്തോടൊപ്പം ഇട്ടുകൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ നിന്നുള്ള മൂലകങ്ങളുടെ ലഭ്യതയും അത് വർദ്ധിപ്പിക്കും. 1 വർഷം പ്രായമായ കൊടിക്ക് മൊത്തം രാസവള ശുപാർശയുടെ 1/3, 2 വർഷം പ്രായമായ കൊടിക്ക് രാസവള ശുപാർശയുടെ പകുതിയും,
3 കൊല്ലം തൊട്ട് മുഴുവൻ രാസവള ശുപാർശയും നമുക്ക് നൽകാവുന്നതാണ്. രാസവളം ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുമ്മായം ഇട്ട് കൊടുത്തതിന് ശേഷം 2 ആഴ്ച ഇടവേള നൽകി മാത്രമേ രാസവളങ്ങളും ജൈവവളങ്ങളും ചെടിയിൽ ചേർത്ത് കൊടുക്കാവൂ. അതുപോലെ തന്നെ മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം ഉറപ്പുവരുത്തുകയും വേണം. മഴക്കാലത്താണ് കൊടികളെ ഏറ്റവും കൂടുതൽ പരിരക്ഷിക്കേണ്ടത്. മഴക്കാല ആരംഭത്തോടെ തന്നെ ദ്രുതവാട്ടം വരാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ എന്ന നിലയിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം ചെടിക്ക് സ്പ്രേ ചെയ്യുകയും ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം 2 ആഴ്ച കഴിയുമ്പോൾ സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ എന്നീ ജൈവ കുമിൾനാശിനികളും കൊടികൾക്ക് നൽകേണ്ടതാണ്. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ട രോഗങ്ങളെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാൻ സാധിക്കും. മണ്ണിൽ പ്രയോഗിക്കാവുന്ന മിത്ര അണുക്കളാണ് ട്രൈക്കോഡർമ, സ്യൂഡോമോണസ് മുതലായവ. ഇതിൽ സ്യൂഡോമോണസ് ഒരു മിത്ര ബാക്ടീരിയയാണ്, ട്രൈക്കോഡർമ ഒരു മിത്ര കുമിളാണ്. ഇവ രണ്ടും മണ്ണിൽ തന്നെ അധിവസിക്കുന്ന അണുക്കളാണ്. ഇവയെ മണ്ണിൽ നിന്ന് വേർതിരിച്ചെടുത്ത് പ്രത്യേക മാധ്യമങ്ങളിൽ വളർത്തി ഇവയെ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇതിൽ ട്രൈക്കോഡർമ മണ്ണിൽ ചേർക്കേണ്ടത് ചാണകം, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ വളർത്തിയെടുത്താണ്. അതിന് ചാണകം, വേപ്പിൻ പിണ്ണാക്ക് 9:1 എന്നുള്ള അനുപാതത്തിൽ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഈർപ്പവും കൊടുത്ത് 100 കിലോ മിക്സ്ചറിന് 2 കിലോ ട്രൈക്കോഡർമയുടെ കൾച്ചർ തോതിൽ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിന് തണലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് തറയിൽ മിക്സ് ചെയ്ത് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നനച്ച ചണച്ചാക്ക് കൊണ്ടോ മൂടിയിട്ട് ഒരു 5 ദിവസം വരെ ഇട്ടിരുന്നാൽ അതിൽ ട്രൈക്കോഡർമ വളർന്ന് വന്നിട്ടുണ്ടാകും. ഇവയെ നമുക്ക് ഒരു കൊടിക്ക് 2 കിലോ എങ്കിലും എന്ന തോതിൽ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ സ്യൂഡോമോണാസ് 1 മുതൽ 2% എന്ന തോതിൽ കലക്കി കൊടികൾക്ക് തളിക്കുകയോ അതുപോലെ തന്നെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഈ കോപ്പർ അടങ്ങിയിട്ടുള്ള കുമിൾനാശിനികളാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം ഈ ബയോ കൺട്രോൾ ഏജൻറ്റ്സ്, അതായത് ട്രൈക്കോഡർമ, സ്യൂഡോമോണസ് മുതലായവ ഉപയോഗിക്കാൻ പാടില്ല. ഒരു 2 ആഴ്ച എങ്കിലും ഗ്യാപ്പ് ഇട്ട് വേണം കുമിൾനാശിനി പ്രയോഗം ഈ ബയോ കൺട്രോൾ ഏജൻറ്റ്സും അപ്ലൈ ചെയ്യാനായിട്ട്. കേരളത്തിലെ കുരുമുളക് കൃഷി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ ഗവേഷണ കേന്ദ്രം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ കേരളത്തിലെ കുരുമുളക് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ പ്രതീക്ഷയാണ് പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ കാർഷിക അവാർഡ് അപേക്ഷ ക്ഷണിച്ചു. ടിഷ്യൂ കൾച്ചർ ലാബ് നിർമ്മാണത്തിനും നവീകരണത്തിനും ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ദേശീയ കാർഷിക അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. പുതിയ കൃഷിരീതികൾ വികസിപ്പിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുന്ന കർഷകർക്കുള്ള ജഗ്ജീവൻ റാം ഇന്നൊവേറ്റീവ് ഫാർമർ അവാർഡ്, സംയോജിത കൃഷിരീതികൾ ഏർപ്പെടുന്നവർക്കുള്ള NG രംഗ ഫാർമർ അവാർഡ് ഫോർ ഡൈവേഴ്സിഫൈഡ് അഗ്രികൾച്ചർ എന്നിവയ്ക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ 31. അപേക്ഷയ്ക്കും നിബന്ധനകൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.icar.in.
എറണാകുളം പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി, ഏത്തവാഴ, ടിഷ്യൂ കൾച്ചർ വാഴ എന്നിവ കൃഷി ചെയ്യുന്ന കർഷകർ ആനുകൂല്യത്തിനായി ഈ മാസം 25-ന് മുമ്പ് കൃഷിഭവനിൽ അപേക്ഷ നൽകണം. അപേക്ഷയോടൊപ്പം 500 രൂപ മുൻകൂറായി നൽകുന്ന കർഷകർക്ക് പച്ചക്കറി കൃഷിക്ക് ഗ്രോ ബാഗുകൾ നൽകും. നാഷണൽ ബി ബോർഡിന്റെ സഹായത്തോടെ കേരള കാർഷിക സർവകലാശാല, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, സംസ്ഥാന കൃഷി വകുപ്പ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ ദേശീയതല ചെറുതേനീച്ച വളർത്തൽ ശില്പശാല സംഘടിപ്പിച്ചു. ചെറുതേനീച്ച കോളനി പരിപാലനം, വിഭജനം, തേൻ ശേഖരിക്കൽ, സംസ്കരണം, രോഗകീട സംരക്ഷണം, ചെറുതേനീച്ചയുടെ പരാഗണ സേവനം, ചെറുതേനിന്റെ ഔഷധ ഗുണം, തേൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയെക്കുറിച്ച് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ R.K. താക്കൂർ, നാഷണൽ ബി ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സുശീൽ കുമാർ സിംഗ്ല, കേരള കാർഷിക സർവകലാശാലയിലെ വിദഗ്ധർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. റബ്ബർ ബോർഡ് നടപ്പിലാക്കി വരുന്ന റബ്ബർ കൃഷി വികസന പദ്ധതി പ്രകാരം 2013-ൽ റബ്ബർ കൃഷി ചെയ്തിട്ടുള്ള കർഷകർക്ക് ധനസഹായം ലഭിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 31-ആണ്. ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്ത കർഷകർ നിശ്ചിത ഫോറത്തിൽ തയ്യാറാക്കിയ അപേക്ഷ തിരുവനന്തപുരം റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിലോ കിളിമാനൂർ, മലയൻകീഴ്, നെയ്യാറ്റിൻകര, കാട്ടാക്കട, അമ്പൂരി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫീൽഡ് ഓഫീസുകളിലോ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് നേരിട്ടോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0412-327-652. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം പോളി ഹൗസിന് അപേക്ഷിച്ച കർഷകർക്ക് സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 9740-89233. മലയൻകീഴ് പഞ്ചായത്തിൽ 100ഓളം കർഷകർക്ക് ചേനവിത്തും ജൈവവളവും നൽകുന്ന പദ്ധതി തയ്യാറായി. ഒരു കർഷകന് 25 കിലോ ചേനവിത്തും അതിനാവശ്യമായ ജൈവവളവും സബ്സിഡി നിരക്കിൽ ലഭിക്കും. ചേനവിത്തിന് 160 രൂപ ഗുണഭോക്തൃ വിഹിതമായി അടയ്ക്കണം. ജൈവവളത്തിനുള്ള സബ്സിഡിയായ 300 രൂപ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാക്കും. 5 സെന്റിൽ കുറയാത്ത കൃഷിയിടമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്കും ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് മലയൻകീഴ് കൃഷിഭവനുമായി ബന്ധപ്പെടണം. പരമ്പരാഗത കൃഷിരീതി പിന്തുടരുന്ന വയനാട്ടിലെ ആദിവാസി കർഷകൻ കുള്ളൻ. 2 ഏക്കറിലധികം നെൽകൃഷി ചെയ്യുന്ന കുള്ളനെ നമുക്ക് പരിചയപ്പെടാം. 4-5 പതിറ്റാണ്ട് മുമ്പ് വരെ വയനാട്ടിലെ പണിയ സമൂഹം അടിമ ജീവിതമാണ് നയിച്ചിരുന്നത്. അധ്വാനത്തിൻ്റെ പ്രതിഫലം വല്ലി എന്ന പേരിൽ ലഭിച്ചിരുന്ന 2-3 കിലോ നെല്ല് മാത്രം. പാടത്തും പറമ്പിലും വിയർപ്പൊഴുക്കിയ അടിമ ജീവിതമാണ് കുള്ളൻ്റെയും പിന്മുറക്കാരുടേതും. വയലേലകളിലെ ചേറിൻ്റെ ഗന്ധവും തലമുറകളിൽ നിന്ന് കൈമാറിയ അധ്വാനത്തിൻ്റെ സാധ്യതയുമാണ് കുള്ളൻ്റെ കൃഷിപാടം. പണ്ട് കാലം അടിമ പണിയാണ്. അന്ന് മലയാളിമാർ പറയും പോലെയാണ് ആദിവാസി നടക്കുക. അന്ന് ഇങ്ങനെയൊന്നും കണ്ടം കിട്ടില്ല. അന്നും വെറും ചോമാലയും വെളിയനും തൊണ്ടിയും ഇതൊക്കെ തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ പുതിയതായിട്ടുള്ള വിത്തൊന്നും അന്ന് കിടക്കില്ല. അന്നത്തെ കാലഘട്ടം അങ്ങനെ, ഇപ്പോഴത്തെ കാലം ഇങ്ങനെയാണ്. നെല്ല് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇത്. അത് കണക്കാക്കിയിട്ട് ഉണ്ടാക്കുന്നത്. ഇതിപ്പം വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കൂലിയൊക്കെ കണക്ക് കൂട്ടിയാൽ എന്തുണ്ടാകാൻ. പിന്നെ ഒരു നേരം ആരോടും ചോദിക്കേണ്ട, കഞ്ഞി കുടിക്കാം. ആ മാത്രമേ ഉള്ളൂ. 2 ഏക്കറിൽ അധികം വയലിൽ കുള്ളൻ നെല്ല് നട്ടിട്ടുണ്ട്. പരമ്പരാഗത നെല്ലായ ഗന്ധകശാലയാണ് ഒരിനം. വീട്ടിലുള്ളവരെല്ലാം ചേർന്നാണ് കൃഷി. നെൽകൃഷി ലാഭകരമല്ലെന്നും തൊഴിലാളികളില്ലെന്നും പരാതിപ്പെട്ട് തരിച്ചിടുന്ന വയലിൽ നിന്നാണ് കുള്ളനും കുടുംബവും പാട്ടത്തിന് പുറമെ അല്പസ്വല്പം ലാഭം നേടുന്നതും. MK രാംദാസ്, കൃഷി ദർശൻ, വയനാട്. ഇനി കമ്പോളം നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 15,300, റബ്ബർ RSS 5 14,550 രൂപ, വെളിച്ചെണ്ണ 10,200 രൂപ, കൊപ്ര 7,300 രൂപ, കുരുമുളക് 51,900, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 350 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 640 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 51,900 രൂപ, അൺഗാർബിൾഡ് 49,900. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 50,000 രൂപ, വയനാടൻ കുരുമുളക് 51,000. കൊപ്ര വിപണി കോഴിക്കോട് 7,500 രൂപ, തളിപ്പറമ്പ് 6,500, കാസർഗോഡ് 6,700 രൂപ. വെളിച്ചെണ്ണ വിപണി ക്വിൻ്റലിന് കണ്ണൂർ 11,133 രൂപ, കോട്ടയം 10,800 രൂപ, ആലപ്പുഴ 10,200. കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 20.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.7, 22. കൊച്ചി 31.6, 21.2. ആലപ്പുഴ 31.4, 22.6. പുനലൂർ 32.5, 19.5. തിരുവനന്തപുരം 34, 22.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.